2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേവലം 2 മാസങ്ങൾ മാത്രം അവശേഷിക്കെ വളരെ വിചിത്രമായിട്ടുള്ള ചില സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ കുറേ നാളുകളായി മലപ്പുറം പരാമർശമടക്കം അദ്ദേഹം മലപ്പുറത്ത് നിന്ന് നടത്തിയിട്ടുള്ള വിവാദ പ്രസംഗമടക്കം നിരവധി പരാമർശങ്ങൾ നടത്തുകയും ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഒരു ഈഴവ നായർ സഖ്യമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും അതിൻ്റെ പടിയായിക്കൊണ്ട് NSSും SNDPയും തമ്മിലൊരു സഖ്യമുണ്ടാകണം എന്ന് ആഗ്രഹിക്കുകയും ആഹ്വാനം ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ അത്തരത്തിലുള്ളൊരു പത്രസമ്മേളനം നടത്തി ഏതാണ്ട് അത് കഴിയുന്നതിന് മുമ്പ് തന്നെ NSSലെ സുകുമാരൻ നായർ സാറും വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു പത്രസമ്മേളനം നമ്മൾ കണ്ടു. സാധാരണ അദ്ദേഹം പത്രസമ്മേളനം വിളിക്കുന്നത് തന്നെ വളരെ അപൂർവമാണ്. അഥവാ വിളിച്ചാൽ തന്നെ വളരെ കുറച്ച് നേരം മാത്രമേ സംസാരിക്കാറുള്ളൂ. പക്ഷേ ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ സംസാരിക്കുകയും VD സതീശനെതിരെ ആഞ്ഞടിക്കുകയും കൂടാതെ വെള്ളാപ്പള്ളി പറഞ്ഞതിന് ഏതാണ്ട് ഭാഗികമായി അദ്ദേഹം പിന്തുണക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ അത്രയും തീവ്രമായിട്ടുള്ള നിലപാടുകളിലേക്കോ അല്ലെങ്കിൽ അത്രയും ഭാഷകളിലേക്കോ ഒന്നും അദ്ദേഹം പോയില്ല എന്നുള്ളതും വളരെ ശ്രദ്ധയർഹിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിനുശേഷം ഏതാണ്ട് 8 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് ഇന്നലെ NSSൻ്റെ സുകുമാരൻ നായർ സാറ് ഒരു ഡയറക്ടർ ബോർഡ് വിളിച്ചു കൂട്ടുകയും ആ സുകുമാരൻ നായർ ഡയറക്ടർ ബോർഡിലേക്ക് വന്നപ്പോൾ തന്നെ യഥാർത്ഥത്തിൽ എഴുതി തയ്യാറാക്കിയ ഒരു പ്രസ്താവനയുമായിട്ടാണ് വന്നത്. യഥാർത്ഥത്തിൽ ഞാൻ അതായത് NSS നായർ ഈഴവ ഐക്യത്തിൽ നിന്ന് അല്ലെങ്കിൽ SNDP NSS ഐക്യത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന് അദ്ദേഹം വളരെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ ആളുകൾക്കെല്ലാം തന്നെ വലിയ രാഷ്ട്രീയ കൗതുകമുണ്ടായിരുന്നു. ഇതെന്താണ് സംഭവിക്കുന്നത്, എന്താണ് ഇത്ര പെട്ടെന്ന് അദ്ദേഹം പിന്മാറിയത്, കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കളുടെയൊക്കെ ഇൻഫ്ലുവൻസ് കൊണ്ടാണോ എന്ന് പറയുന്നൊരു ചോദ്യമുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഞാൻ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ചാനലിൽ തന്നെ ആ വീഡിയോ കിടക്കുന്നുണ്ട്. കാരണം BJP NSSനെ വിഴുങ്ങും എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഉണ്ണി ബാലകൃഷ്ണൻ സാറുമൊക്കെ തന്നെ അതുപോലത്തെ ഒരു വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ടായി. ഞാൻ പക്ഷേ അത് മാസങ്ങൾക്ക് മുമ്പേ പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു അപകടം NSSും അതുപോലെ സുകുമാരൻ നായരും ഒക്കെ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു പിന്മാറ്റം നടത്തിയിട്ടുള്ളത്. കാരണം നമുക്കെല്ലാം അറിയുന്നത് പോലെ കഴിഞ്ഞ ഈ ഹിന്ദു മഹാസഭ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ ഗോൾവാൾക്കറെയൊക്കെ സ്വീകരിക്കുന്നതിന് വേണ്ടി പോലും ഇത്തരത്തിലുള്ള ചില കൂടിച്ചേരലുകൾ, ചില യോജിപ്പുകളൊക്കെ ഉണ്ടാക്കാൻ പണ്ടുകാലം മുതലേ 1940കൾ മുതലേ അവർ പരിശ്രമിച്ചതിൻ്റെ ചരിത്രമുണ്ട്. അതായത് ഒരു ഹിന്ദു ഏകീകരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട 2 സമുദായങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് 27% വരുന്ന 25-27% ഇപ്പോൾ ഉള്ള ഒരു ഈഴവ സമുദായവും ഒരു 13-14% വരുന്ന നായർ സമുദായവും ഒക്കെ കൂടിച്ചേർന്നാൽ സ്വാഭാവികമായിട്ടും ഒരു വലിയ നേട്ടമുണ്ടാകും എന്നുള്ളതാണ് അവർ വിചാരിക്കുന്നത്. അതിലേക്ക് എങ്ങനെ എത്തിക്കാമെന്നാണ് അവർ വിചാരിച്ചിരുന്നത്. പക്ഷേ കേരളത്തിൽ CPMൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഒക്കെ വലിയ സ്വാധീനം മൂലം പലപ്പോഴും ഇത്തരത്തിലുള്ള സമുദായ സംഘടനകൾക്കൊന്നും വലിയ പ്രാധാന്യമില്ലാതിരിക്കുകയും ആ പ്രാധാന്യമില്ലാത്ത സംഘടനകൾ അവരുടെയൊക്കെ തന്നെ അണികൾ ഒരുപക്ഷെ സമുദായ നേതാക്കന്മാർ പറയുന്നതിനേക്കാൾ കൂടുതൽ രാഷ്ട്രീയ നേതാക്കന്മാർ പറയുകയും കേൾക്കുകയും ചെയ്തിരുന്നൊരു കാലമുണ്ട്. ഇപ്പോഴും അതിനൊക്കെ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഈഴവ കമ്മ്യൂണിറ്റിയിലുള്ള മഹാഭൂരിപക്ഷം പേരും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതിനേക്കാൾ കൂടുതൽ തീർച്ചയായിട്ടും പിണറായി വിജയൻ പറയുന്നത് കേൾക്കുന്ന ആളുകളാണ് എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് സംശയമില്ല. പക്ഷെ അതിൻ്റെ നമ്പർ കുറഞ്ഞു വരികയും ഇത്തരത്തിലുള്ള സമുദായ സംഘടനകളുടെ ഒരു പ്രാധാന്യവും അവർ പറയുന്ന ഇൻഫ്ലുവൻസും ഒക്കെ കൂടി വരികയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും SNDP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ എങ്ങനെയാണ് സാമുദായിക പ്രസ്ഥാനത്തെ എങ്ങനെയാണ് തങ്ങൾക്ക് രാഷ്ട്രീയമായി ഉപകാരപ്പെടുത്താൻ കഴിയുക, എങ്ങനെയാണ് തങ്ങളുടെ ഒരു രാഷ്ട്രീയ ചേരിയിലേക്ക് അവരെ കൊണ്ടുവരാൻ കഴിയുക എന്ന് വലിയ തോതിൽ BJPയും RSSും ഒക്കെ റിസർച്ച് നടത്തുകയും ആ റിസർച്ച് നടത്തിയതിൻ്റെ ഫലമായി യഥാർത്ഥത്തിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി തന്നെ രൂപം കൊള്ളുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടു. ആ രൂപം കൊണ്ടത് BDJS എന്ന പേരിലാണ്. BDJS എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപം കൊണ്ട് ഏറ്റവും ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ അവർ ഏതാണ്ട് 4% വരുന്ന വോട്ടുകൾ പിടിക്കുകയും വളരെ പ്രാധാന്യത്തോടെ അവർ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പം നമുക്കറിയാം അവരുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഏതാണ്ട് 1% മാറിയിരിക്കുന്നു. ആ 1% പോലും അവരുടെ മിടുക്കുകൊണ്ടല്ല, പകരം അതിൽ ഏതാണ്ട് കുറേ വോട്ടുകളും BJPയുടെ വോട്ടുകളൊക്കെ തന്നെയാണ്. പകരം ഈ BDJSനോട് ചേർന്ന് നിന്ന അടുത്ത് നിന്നിട്ടുള്ള ആളുകളെയൊക്കെ തന്നെ BJP സ്വന്തം ചേരിയിലേക്ക് ആകർഷിക്കുകയും അവരുടെ ആളുകളാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. ഞാനിത് ഇത്രയും പറയാൻ കാര്യം
നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പള്ളുരുത്തി സ്കൂളിൽ ഒരു ഹിജാബുമായിട്ടൊരു ബന്ധപ്പെട്ടൊരു പ്രശ്നമുണ്ടായപ്പോൾ ആ ഹിജാബുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നത്തിൽ അന്ന് വളരെ രൂക്ഷമായി പ്രതികരിച്ചിരുന്ന ഒരു PTA പ്രസിഡന്റിനെ നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാവും. ആ PTA പ്രസിഡന്റ് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാരനായിരുന്നു ആദ്യമേ തന്നെ. പിന്നെ അദ്ദേഹം സജി മഞ്ഞക്കടമ്പൻ്റെയൊക്കെ പാർട്ടിയിലുണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ സജി മഞ്ഞക്കടമ്പൻ്റെ പാർട്ടിയിൽ നിന്നിട്ടുള്ള അദ്ദേഹത്തെ തന്നെ ഏതാണ്ട് BJPയിലേക്ക് എത്തിക്കുന്നതിലും BJPയുടെ ചിന്താധാരകൾക്കനുസരിച്ച് പോകുന്നതിലും ഒക്കെ അവർ വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹം ഏതാണ്ട് ഒരു കാസയുടെയൊക്കെ ആരാധകനായി മാറുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ അത്തരത്തിൽ കൂടെ നിൽക്കുന്ന പാർട്ടികളുടെ അണികളെയെല്ലാം തന്നെ സ്വന്തമാക്കാനുള്ള ഒരു പ്രത്യേക പദ്ധതി കൂടി ഇവർക്കുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ടാണ് BDJSന് ആദ്യമേ തന്നെ 4% വോട്ട് കിട്ടുകയും ഇപ്പം തന്നെ അത് 1% വോട്ട് കിട്ടുന്ന പാർട്ടിയായി മാറുകയും SNDPക്കുള്ളിൽ തന്നെ ഇത്തരത്തിൽ വർഗീയമായിട്ടുള്ള വിഭാഗീയമായിട്ടുള്ള ചിന്തകൾ അവരുടെ അണികളിൽ പകർന്നു നൽകാനും അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലും ആറ്റിങ്ങലുമൊക്കെ ഈഴവ കാൻഡിഡേറ്റുകൾ, അതായത് വി മുരളീധരനും ഈ പറയുന്ന ശോഭാ സുരേന്ദ്രനും ഒക്കെ മത്സരിച്ചപ്പോൾ വലിയ രീതിയിൽ വോട്ട് പിടിക്കാനും ഒക്കെ അവർക്ക് കഴിഞ്ഞത് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. യഥാർത്ഥത്തിൽ അത്തരത്തിൽ NSSനെ കൂടി കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ഒരു പ്ലാനായിരുന്നു BJPയുടേത്. പക്ഷേ BJPയെ ചെറുക്കുന്നതിൽ സുകുമാരൻ നായർ എപ്പോഴും വലിയ ശ്രദ്ധ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ നേരിട്ട് ചെന്നാൽ ഇത്തരത്തിലുള്ള ഒരു ആക്സെപ്റ്റൻസ് കിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ വെള്ളാപ്പള്ളി നടേശൻ വഴി ഒരു SNDP NSS സഖ്യമുണ്ടാക്കുകയും ആ സഖ്യമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ NDAയുടെ ചെയർമാനായിട്ടുള്ള നേതാവായിട്ടുള്ള BDJS എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവും കൂടാതെ NDAയുടെ ഈ പറയുന്ന പോലെ ഏറ്റവും വലിയ നേതാവുമായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളിയെ തന്നെ പറഞ്ഞേക്കുകയും ചെയ്തുകൊണ്ട് NSSന് കൂടി അത്തരത്തിലുള്ള ഒരു അടുപ്പമുണ്ടാക്കാൻ കഴിയുമെന്നും ആ NSSൻ്റെ ശാഖകളിലൊക്കെ തന്നെ ഇപ്പം തന്നെ ഏതാണ്ട് ഒരു 10-20% ശാഖകളിലൊക്കെ തന്നെ അവരുടെ കരയോഗങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ BJPയും BJPയുടെ ലോക്കൽ നേതാക്കന്മാരും ഒക്കെ പിടിമുറുക്കിയിട്ടുണ്ട്. ആ പിടിമുറുക്കിയത് കൊണ്ടാണ് നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും സുകുമാരൻ നായർക്കെതിരെ പോലും നിരവധി ഫ്ലക്സുകളൊക്കെ വന്നിട്ടുള്ളത്. പക്ഷേ എങ്കിൽ പോലും അവരുടെ അത് തടഞ്ഞു നിർത്താൻ വലിയ തോതിൽ സുകുമാരൻ നായർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൂടി വാസ്തവമാണ്. പക്ഷേ എങ്കിൽ പോലും അവരിടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്, വർഷങ്ങളെടുത്ത് അധ്വാനമെടുത്ത് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കുറച്ചുകൂടി വേഗത്തിലാക്കാൻ ഈ SNDP NSS സഖ്യമെന്ന് പറയുന്ന ഒരു പാലമിട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ SNDPയുടെ പുറകിൽ നിന്നുകൊണ്ട് കൃത്യമായിട്ട് തുഷാർ വെള്ളാപ്പള്ളിയും ആ തുഷാർ വെള്ളാപ്പള്ളിയുടെ പുറകിൽ നിന്നുകൊണ്ട് BJPയും RSS അജണ്ടകളുമൊക്കെ ആയിരിക്കും കടന്നു കയറുക എന്നുള്ളതും അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന NSSന് ഇപ്പോഴേ തന്നെ കുറച്ചെങ്കിലും അവർ ഒരു 10-15-20% കരയോഗങ്ങൾ അവരുടെ കയ്യിലാവുമ്പോൾ അവരെ കൂടുതൽ തങ്ങളിലേക്ക് അടുപ്പിക്കാനും പിന്നീട് ഈ പറയുന്ന പോലെ സജി മഞ്ഞക്കടമ്പൻ മുതൽ നിങ്ങൾ അറിയേണ്ടത് മറ്റു പല രാഷ്ട്രീയ പാർട്ടികളും, അതായത് മഹാരാഷ്ട്രയിലെ ശിവസേന മുതൽ മറ്റ് ഈ പറയുന്ന പോലെ അകാലിദൾ പഞ്ചാബിലുണ്ടായതുപോലെയുള്ള നിരവധി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ വിഴുങ്ങുകയും അവരെല്ലാം തന്നെ BJPയുടെ അണികളാവുകയും ചെയ്തത് നിങ്ങൾ മറന്നുപോകരുത്. ഇനിയിപ്പോൾ സംഭവിക്കാനിരിക്കുന്നത് ബീഹാറിലാണ്. JDUവിൽ നിതീഷ് കുമാറിൻ്റെ കാലം കഴിയുമ്പോൾ അദ്ദേഹത്തിന് രാഷ്ട്രീയ ജീവിതം അവസാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ പാർട്ടി തന്നെ ഇല്ലാതാവുകയും ആ പാർട്ടിക്കാരെല്ലാം തന്നെ BJPയായി മാറുകയും BJPയോട് ഒരു സർവാധിപത്യ സഖ്യമായി മാറുകയും ഒക്കെ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇത് ഞാൻ പറയുമ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പേരുകൾ മാത്രമേ നിങ്ങൾക്കറിയുള്ളൂ. യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശിലും ബീഹാറിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലുമൊക്കെയുള്ള ഇതുപോലെയുള്ള നിരവധി സമുദായ സംഘടനകൾ, പ്രത്യേകിച്ചും ഹിന്ദു ഈ പറഞ്ഞ പോലെ വികാരം ഉൾക്കൊള്ളുന്ന നിരവധി സമുദായ സംഘടനകൾ, ഹിന്ദു സമുദായത്തിലെ സംഘടനകൾ, അവരെല്ലാവരെയും തന്നെ ഇതുപോലെ വിഴുങ്ങുന്നൊരു പദ്ധതിയാണ് BJP ചെയ്തിട്ടുള്ളത്. അതുവഴിയാണ് അവരുടെ വോട്ടുകൾ സമാഹരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഇത് നേരത്തെ നമുക്കറിയാം. SNDPയുടെ വെള്ളാപ്പള്ളി നടേശന് മുമ്പ് ആരായിരുന്നു സെക്രട്ടറി എന്ന് ചോദിച്ചാൽ മിക്കവാറും ചിലപ്പോൾ ഈഴവരായിട്ടുള്ള ആളുകൾക്ക് പോലും വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിനു മുൻപ് വരെ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നത് CPM ആയിരുന്നു അവരുടെ ഇടയിൽ. അത്തരത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള സ്വാധീനം ചെലുത്താൻ കഴിയുകയും അവരുടെ നേതാക്കന്മാർ, അതായത് സമുദായ നേതാക്കന്മാർ പറഞ്ഞാൽ കേൾക്കുന്നതിനേക്കാൾ വലിയ ശക്തിയോടും സ്വാധീനത്തോടും കൂടി കൃത്യമായി ഈ രാഷ്ട്രീയ നേതാക്കന്മാർ പറഞ്ഞാൽ കേൾക്കുകയും ചെയ്യുമായിരുന്നു. NSSൽ ഒരു കാലത്ത് അങ്ങനെ കുറച്ചെങ്കിലും സ്വാധീനം ഉണ്ടായിരുന്നത് കൃത്യമായി പറഞ്ഞാൽ കോൺഗ്രസിനാണ്. പക്ഷേ കോൺഗ്രസിൽ നിന്ന് ആ സ്വാധീനം കൃത്യമായി ഒരു 10-20% പേർ കൃത്യമായിട്ട് ഇപ്പോൾ BJPയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത്. പക്ഷേ അതിനെ അടപടലം വിഴുങ്ങാൻ ഈ പറയുന്ന ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റും രാഷ്ട്രീയ ഗൂഢലക്ഷ്യങ്ങളോടുകൂടിയുള്ള ഒരു വരവാണിത് എന്നുള്ളത് സുകുമാരൻ നായരൊക്കെ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് താൽക്കാലികമായി ഇപ്പോൾ CPMനും പക്ഷേ ലോങ് ടൈമിലേക്ക് BJPക്ക് ഗുണകരമാകുമെന്നും അത് തങ്ങളുടെ തന്നെ പ്രാധാന്യം കുറക്കുമെന്നും NSS എന്ന് പറയുന്ന ഒരു സംഘടനയുടെ തന്നെ തലപ്പത്തിരിക്കുന്നവർക്ക് യാതൊരുവിധ പ്രാധാന്യവും ലഭിക്കാത്തൊരവസ്ഥയിലേക്ക് വരുമെന്നും BJP പതുക്കെ താങ്കളെ വിഴുങ്ങാനുള്ളൊരു പദ്ധതിയാണെന്നും ഒക്കെ വളരെ കൃത്യമായി സുകുമാരൻ നായർ മനസ്സിലാക്കിയിരിക്കുന്നു. ആ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത് സാധ്യമല്ല എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് എത്തിയത്.
യഥാർത്ഥത്തിൽ NSSൻ്റെ കരയോഗങ്ങൾ എന്ന് പറയുന്നത് 5794 കരയോഗങ്ങളാണ്. 168 താലൂക്ക് യൂണിയൻ ആണ്. ഇതിൽ ഈ പറയുന്ന പോലെ അതിൽ തന്നെ 21 ഡയറക്ടർമാരുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അതിൻ്റെ ഏറ്റവും വലിയ യോഗങ്ങളിൽ എത്രത്തോളം വലിയ സ്വാധീനം അവർക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതും, പക്ഷെ അവരെക്കാൾ പ്രാധാന്യത്തോടുകൂടി സുകുമാരൻ നായരുടെ വാക്കുകൾ കേൾക്കുന്ന ആളുകളാണ് മഹാഭൂരിപക്ഷം ഇപ്പോൾ അതിലുള്ളതെന്നും അതുപോലും നഷ്ടമാകുമെന്നും തങ്ങളെ NSSനെ തന്നെ ഹൈജാക്ക് ചെയ്യാൻ, NSSനെ തന്നെ വിഴുങ്ങാൻ തയ്യാറെടുക്കുന്ന ഒരു പദ്ധതിയാണ് ഇതെന്നും അതിൻ്റെ അപകടം തങ്ങളെ തന്നെ ഇല്ലാതാക്കുമെന്നും മനസ്സിലാക്കിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ സുകുമാരൻ നായർ ഒറ്റടിക്ക് ഈ പരിപാടി, ഈ ഐക്യത്തിന് ഇപ്പോൾ സാധ്യതയില്ലെന്നും അതിൻ്റെ പിന്നിൽ ചില രാഷ്ട്രീയ ഗൂഢോദ്ദേശങ്ങളുണ്ടെന്നും ഒക്കെ അദ്ദേഹം തിരിച്ചറിഞ്ഞത്. തൊട്ട് മുമ്പത്തെ ദിവസം അദ്ദേഹം പറഞ്ഞത് തുഷാർ വെള്ളാപ്പള്ളി വരുമ്പോൾ ഞാൻ മകനെ പോലെ അല്ലെങ്കിൽ സഹോദരനെ പോലെ സ്വീകരിക്കുമെന്നാണ്. പക്ഷേ തുഷാർ വെള്ളാപ്പള്ളിയെ അയക്കുന്നതിന് പിന്നിലെ ഗൂഢോദ്ദേശം അദ്ദേഹം മനസ്സിലാക്കുകയും തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിലുള്ള വലിയ രാഷ്ട്രീയ പദ്ധതി അദ്ദേഹത്തിന് തിരിച്ചറിയുകയും ചെയ്തതുകൊണ്ട് അദ്ദേഹം അബ്രപ്റ്റായി സഡനായിട്ടൊരു ബ്രേക്ക് ഇട്ടിരിക്കുന്നു ഈ പദ്ധതിക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അപ്പോഴും ഈ ശബരിമലയിൽ നടക്കുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടോ പിണറായി വിജയൻ സർക്കാരിനോടൊക്കെ അടുത്ത് നിൽക്കുന്ന സമീപനം തന്നെയാണ് അവർ സ്വീകരിക്കുന്നത് എന്നുള്ളതും കൂടി മറന്നു പോകരുത്. പക്ഷേ ഇത് ലോങ് ടൈമിലേക്കുള്ള BJPയുടെ ഒരു പദ്ധതിയെ, ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റിനെ തകർത്തെറിഞ്ഞിരിക്കുന്നു സുകുമാരൻ നായർ എന്നുള്ളതാണ് വാസ്തവം.